10 വിവാഹം കഴിച്ച ശേഷം മുങ്ങിയ വിവാഹ തട്ടിപ്പുകാരി പോലീസിന്റെ പിടിയിലായപ്പോൾ കേസിൽ പുതിയ ട്വിസ്റ്റ്. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മ പുതിയ വിവാഹം കഴിക്കാനായി തിരുവനന്തപുരത്തെത്തിയത് അടുത്ത മാസം വിവാഹം കഴിക്കാനിരുന്ന യുവാവിനൊപ്പം. കോട്ടയത്ത് നിന്നും യുവതിയെ വെമ്പായത്തെത്തിച്ചത് ഈ യുവാവായിരുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 10 യുവാക്കളെ വിവാഹ തട്ടിപ്പിനിരയാക്കിയ രേഷ്മ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് പോലീസിന്റെ പിടിയിലാകുന്നത്. യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നതിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്ന് തന്നെ പറയാം. കാരണം കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്ത് യുവതി എത്തുന്നത് മറ്റൊരു യുവാവിന്റെ സഹായത്തോടു കൂടിയായിരുന്നു. ഈ യുവാവിനെ അടുത്ത മാസം വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്നാണ് യുവതി നിലവിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ യുവാവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് ആര്യനാടുള്ള ബന്ധുവീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് യുവതി 5-ാം തീയതി വെമ്പായത്ത് വന്നിറങ്ങുന്നത്. ഓൺലൈൻ മാട്രിമോണിയിൽ പരസ്യം നൽകുന്ന യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് രേഷ്മ തട്ടിപ്പ് നടത്തി വന്നിരുന്നത്. മെയ് മാസമാണ് തിരുവനന്തപുരം സ്വദേശിയും പഞ്ചായത്ത് അംഗവുമായ യുവാവിനെ ഓൺലൈൻ വഴി യുവതി പരിചയപ്പെടുന്നത്. ആദ്യം യുവതിയുടെ അമ്മയെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയാണ് യുവാവിനെ വിളിച്ചത്. പിന്നീട് രേഷ്മയുടെ നമ്പർ യുവാവിന് ഈ സ്ത്രീ കൈമാറുകയായിരുന്നു. തുടർന്നാണ് രേഷ്മയുമായി യുവാവ് പരിചയത്തിലാകുന്നത്. ഈ സമയത്ത് തന്നെ ദത്തെടുത്തതാണെന്നും തന്റെ വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. തുടർന്ന് ഒപ്പം കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞപ്പോൾ മെയ് 5-ന് വരാമെന്ന് യുവതി പറഞ്ഞു. തുടർന്ന് പഞ്ചായത്ത് അംഗം വിവാഹം തീരുമാനിച്ച് ഒരുക്കങ്ങൾ തുടങ്ങി. 5-ന് വൈകിട്ട് രേഷ്മയെ സുഹൃത്ത് വെമ്പായത്ത് കൊണ്ടുവിട്ടതിന് പിന്നാലെ പഞ്ചായത്ത് അംഗം കൂട്ടിക്കൊണ്ടുവന്ന് സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ വിവാഹത്തിന് മുന്നോടിയായി ബ്യൂട്ടി പാർലറിൽ പോയ സമയം യുവതിയുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് മുൻപ് 10 വിവാഹങ്ങൾ ചെയ്തിരുന്ന രേഖകൾ യുവാവിനെ കിട്ടിയത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയും യുവതിയെ ആര്യനാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് നിർണായക വിവരങ്ങൾ പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താലേ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രമാത്രമാണെന്ന് അറിയാൻ കഴിയുമെന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇതിനോടകം 7 യുവാക്കളെ രേഷ്മ വിവാഹ തട്ടിപ്പിന് ഇരയാക്കിയെന്നാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. സാമ്പത്തികം ലക്ഷ്യമിട്ടാണ് യുവതി വിവാഹ തട്ടിപ്പ് നടത്തിയെന്നുള്ള വിലയിരുത്തലിലാണ് പോലീസ്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.